ഈ ഒരു പോക്കാണെങ്കിൽ ഒരു 100 സീസണെങ്കിലും വേണം ഇവന്മാർക്ക് ഒരു കഥ കംപ്ലീറ്റ്ലി പറഞ്ഞു തീർക്കാൻ. കാരണം അമ്മാതിരി ലാഗ് അടിപ്പിക്കുന്നുണ്ട്, അതിന്റെ ഒരു ആവശ്യമില്ല. സീസൺ 1 ഒക്കെ അടിപൊളിയായിരുന്നു, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വളരെ കിഡിലോട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സീസൺ 2 വരുമ്പോഴും ആ ഒരു പ്രസന്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് അതിലും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എൻ്റയർലി ആ ഒരു സീസൺ 2 അടിപൊളിയായിരുന്നു, അതിന്റെ ഒരു എൻഡും എല്ലാം കിഡിലായിരുന്നു. ആൻഡ് സീസൺ 3 വരുമ്പോൾ സീസൺ 2 അത്ര കിഡിലായിട്ടാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഓക്കെ അടുത്ത് എന്ത് നടക്കും. അതായത് ഒരാൾ പുറത്ത് വന്നല്ലോ, സോ ഇനി എന്തായാലും ഒരു വേ കിട്ടും, എല്ലാവരും തിരിച്ച് ബാക്ക് ടു നോർമൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു പോയിന്റ് കൊണ്ട് വെച്ചിട്ട് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ ലെവലായിരുന്നു. കാരണം ഈ ഒരു സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയപ്പോൾ തന്നെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു, അത്ര കിടിലായിരുന്നു ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ്. ആൻഡ് കമ്മിങ് ആ ഒരു സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, അതുവരെ മാൻ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു 4 എപ്പിസോഡ് വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. അതിന്റെ പ്രസന്റേഷൻ ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു എൻഗേജിങ് സീക്വൻസ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ അതിന്റെ ഒരു വേൾഡ് ബിൽഡും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 5th എപ്പിസോഡ് തൊട്ട് 8th വരെ സ്ഥിരം ടെക്നിക്കായിട്ടുള്ള ലാഗ്, ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഇൻ ബിറ്റ്വീൻ എപ്പിസോഡ്സിൽ ഞാൻ കണ്ടായിരുന്നു. അതായത് ഇവരുടെ ശരിക്കും പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ ഇവർ നോക്കുന്ന വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസും അല്ലെങ്കിൽ അവരവരെ ഫേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ വേൾഡിൽ ഇവരെ മൈൻഡൊക്കെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് ഓക്കെയാണ്, ഒരു പോയിന്റിലൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ പിന്നീട് അത് തന്നെ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ട് നല്ല രീതിക്ക് തന്നെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡ് 9 10 അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഞാൻ പറഞ്ഞ ഇത്ര എപ്പിസോഡിൽ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെ ഒരു സ്റ്റോറി മാത്രമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുവന്നിട്ട് ഫീൽ ചെയ്തു. അത് ആരാന്നൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു 4 എപ്പിസോഡ് 5th to 8th വരെയുള്ള എപ്പിസോഡിലുള്ള ചില സിറ്റുവേഷൻസ് ആയാലും ചില സീക്വൻസ് ആയാലും അതൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ആ ഒരു ഫാസ്റ്റ് പേസിൽ അങ്ങ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു ആവശ്യമില്ലാതെ വലിച്ചു നീട്ടി അടുത്തൊരു എപ്പിസോഡ് കൊണ്ടുപോയി അവിടെ എൻഡ് ചെയ്ത് അടുത്തൊരു എപ്പിസോഡിൽ കൊണ്ടുപോയി ഭയങ്കര രീതിയിൽ ലാഗ് അടുപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു എൻ്റയർ സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആദ്യത്തെ 4 എപ്പിസോഡ് ആണെങ്കിലും എനിക്കൊരു എൻഗേജിങ് ഫീൽ അല്ലെങ്കിൽ അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഫീൽ തന്നെന്ന് പറയുന്ന അവസാനത്തെ കുറച്ച് എപ്പിസോഡ്സ് ആണ്. കാരണം അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ആ ഒരു ക്യാരക്ടേഴ്സും ആ സ്റ്റോറിയുടെ ഡെപ്തിലോട്ടൊക്കെ പോയി പിന്നീട് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതും അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ശരിക്കും പറയാം ആ ഒരു ഫ്രമിന്റെ സ്റ്റോറി ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ രീതിക്കാണ് ആ ഒരു ലാസ്റ്റ് 2 എപ്പിസോഡ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓവറോൾ സീസൺ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റുള്ള സീസൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സീസണിൽ ആ ഒരു സ്റ്റോറിയുടെ ഡെപ്തിലോട്ട് പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളോട്ട് ഇവർ എത്തിയിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സിന്റെ മൈൻഡിൽ വരുന്നു അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് പോകുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടാണ് ഈ ഒരു സീസൺ അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ല എന്ന് പറയുന്നില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വർക്കാവാത്ത ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. പിന്നീട് അവരെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മാറ്റിയിരുന്നെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയേനെ. ആൻഡ് മെയിൻലി ലാഗ്, ചില കാര്യങ്ങളൊക്കെ ഒരു എപ്പിസോഡ് തന്നെ പറഞ്ഞു തീർക്കാന്നുള്ള കാര്യത്തിനെ വലിച്ചു നീട്ടി 2-3 എപ്പിസോഡ് കൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. അതിനെ ട്രിം ചെയ്ത് ഒരു എപ്പിസോഡിൽ തന്നെ പറഞ്ഞു തീർത്ത് ബാക്കി എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സും ആ ഒരു സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഇവർ ആ ഒരു 9th 10th പറഞ്ഞ കാര്യം കുറച്ചും കൂടി ആ ഒരു ലാഗ് അടിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിച്ച ടൈമിലൊക്കെ അത് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സീസൺ വേറെ ലെവലായിട്ട് വന്നേനെ. ആൻഡ് എസ്പെഷ്യലി ദ ഫൈനൽ എപ്പിസോഡ് വാസ് ലൈക്ക് കിട്ടില്ലായിരുന്നു അതിന്റെ എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. കാരണം അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സീസണിൽ നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ മാത്രം ഇങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന് മാത്രമാണ് ഇങ്ങനെ വിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഈ ഒരു സീസണിന്റെ ലാസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനത്തെ റിവീലിംഗ് സീക്വൻസ് ഒക്കെ കിടിലായിരുന്നു. ആൻഡ് ആ ഒരു എപ്പിസോഡിന്റെ എൻഡിങ് വാസ് ലൈക്ക് മാൻ പൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷൻ ആവാനാണ് ചാൻസ് ഉള്ളത്. കാരണം അപ്പോഴത്തെ ഒരു ടൈമും ആ ഒരു സിറ്റുവേഷൻസും അത് ആരാന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ ഒരു സീൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ആ ഒരു ലാസ്റ്റ് എപ്പിസോഡിലെ ലാസ്റ്റ് വരുന്ന ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് സീസണിലെ ലാസ്റ്റ് എപ്പിസോഡിൽ ജിം വയർലെസ് യൂസ് ചെയ്യുമ്പോൾ ഒരാൾ സംസാരിക്കത്തില്ലേ, അതാണ് ഈ ഒരു ക്യാരക്ടർ. ആ ഒരു എൻഡിങ് ഒക്കെ കിടിലോട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആകെ കൂടി വർക്കാവാതെ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു തോന്നിയത് ആ ഒരു 5 തൊട്ട് 8 വരെയുള്ള എപ്പിസോഡാണ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡ് വാസ് കിടിലായിരുന്നു. ആൻഡ് ലാസ്റ്റ് ആ 2 എപ്പിസോഡും അടിപൊളിയായിരുന്നു. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോൺസ്റ്റേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ മറന്നു. കാരണം ആ ഒരു ലാഗ് അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വർക്കാവാത്ത കുറച്ച് എപ്പിസോഡ്സ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് മോൺസ്റ്റേഴ്സിനെ കാണാൻ പോലും പറ്റിയിട്ടില്ല. ഏതോ ഒരു 2-3 എപ്പിസോഡിൽ മോൺസ്റ്റേഴ്സ് ഇല്ല. ആ രീതിക്കാണ് ഇവർ കൊണ്ടുവരുന്നത്. എനിക്കൊന്നും ഡയറക്ടർ മറന്നുപോയി കാണും ഇങ്ങനെ ഒരു മോൺസ്റ്റർ ഒക്കെ അവിടെ ഉള്ള കാര്യം. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അടിപൊളിയായിരിക്കും. ആൻഡ് ഇനി വരാൻ പോകുന്ന സീസണിലും കംപ്ലീറ്റ്ലി ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതേ സ്റ്റൈൽ അവിടെയും കൊണ്ട് യൂസ് ചെയ്യും. ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നത് ഒരു കിടിലൻ ക്ലിഫ് ഹാങ്ങർ ആണെങ്കിൽ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെയായിരിക്കും ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആ ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ എന്തായാലും ഒരു ലാഗ് അടിപ്പിക്കും. കാരണം എന്നാലും സ്റ്റോറി കുറച്ചും കൂടി സീസണിൽ കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു എന്ത് പറയാം, അടുത്ത സീസണിലോ അല്ലെങ്കിൽ ഒരു 2 സീസൺ വെച്ച് തീർക്കാനൊന്നും പോകുന്നില്ല. കുറച്ച് സീസൺസ് എന്തായാലും കൊണ്ടുപോകും. ഈ ഒരു പോക്കാണെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനെ കൊണ്ടുപോകും. പക്ഷെ അത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് അല്ലെങ്കിൽ അത്രയും ടൈം ഇവിടെ സംസാരിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുറേ ക്യാരക്ടേഴ്സിന് ചുമ്മാ കൊണ്ടുവന്നു അവിടെ പിറകെ നടന്ന് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. പ്രോപ്പറായിട്ട് എന്താണോ അല്ലെങ്കിൽ ഈ ഒരു എൻ്റയർ സീസൺ അവർ എന്താണോ പറയാൻ
പറയാൻ ഉദ്ദേശിച്ചത് അത് ലാസ്റ്റ് 3 എപ്പിസോഡിൽ അവർ പറഞ്ഞ് തീർക്കുന്നുണ്ട്. അതേ ഒരു മോഡിൽ അത്ര ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അടുത്ത സീസൺ വേറെ ലെവലായിരിക്കും. ഈ ലാഗൊക്കെ വരുന്നെങ്കിൽ ഓഫ്കോഴ്സ് ഇതുപോലെ തന്നെയാണ് അതും പോണം. ആ ലാഗൊക്കെ മാറ്റി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഒക്കെ മാറ്റി അവർ 10 എപ്പിസോഡ് പ്രോപ്പറായിട്ട് അവർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ആ ഒരു ഫീലോടെ പറഞ്ഞ് തീർക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് അടുത്തൊരു സീസണിന് വേണ്ടിയിട്ട്. ഓൾറെഡി ഈ ഒരു സീസൺ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.